ജനപ്രിയ നായകനായി അറിയപ്പെടുന്ന നടൻ ദിലീപിന്റെ സിനിമകൾ ഇന്നും പ്രേക്ഷകരെ ചിരിപ്പിക്കുന്നവയാണ്. ഇടക്കാലത്ത് നടന്റെ പേരിൽ ഉയർന്നുവന്ന കേസും പ്രശ്നങ്ങളുമൊക്കെ കരിയറിൽ വലിയൊരു വിള്ളലാണ് വീഴ്ത്തിയത്. വീണ്ടും സിനിമയുമായി പ്രേക്ഷകരിലേക്ക് എത്താൻ ഒരുങ്ങുകയാണ് ദിലീപ്. നടൻ കൂടിയായ വിനീത് കുമാർ സംവിധാനം ചെയ്യുന്ന പവി കെയർടേക്കർ എന്ന സിനിമയിലാണ് ദിലീപ് നായകനായി അഭിനയിക്കുന്നത്. ഈ സിനിമയുടെ ഓഡിയോ ലോഞ്ച് ചടങ്ങിനിടെ താരം പറഞ്ഞ കാര്യങ്ങളാണിപ്പോൾ വൈറലാവുന്നത്. കഴിഞ്ഞ കുറേ കാലങ്ങളായി ദിവസവും കരയുന്ന അവസ്ഥയാണ് തന്റെ ജീവിതത്തിൽ ഉള്ളതെന്നും ഈ സിനിമ തനിക്ക് അത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്നും ദിലീപ് വ്യക്തമാക്കുന്നു. വലിയ സന്തോഷമുണ്ട്. ഈ വേദിയിൽ ഇന്ന് 2 ചടങ്ങാണ് നടന്നത്. ഒന്ന് പവിയുടെ ഓഡിയോ ലോഞ്ച്, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്ന് മലയാള സിനിമയുടെ തിയേറ്റർ അസോസിയേഷന്റെ പുതിയ സംരംഭം. ഫിയോക് ആദ്യമായി വിതരണത്തിനെത്തിക്കുന്ന ചിത്രമാണിത്. നന്മയുടെ സംരംഭം എന്നു പറയാം. ഫിയോക് എന്ന സംഘടനയ്ക്ക് വലിയ ഷോ ചെയ്യാനൊക്കെ പരിമിതികളുണ്ട്. അങ്ങനെ വിജയേട്ടൻ കണ്ടുപിടിച്ച ഒരാശയമാണ് ലിയോ എന്ന സിനിമ വിതരണത്തിനെടുത്ത് തുടങ്ങാമെന്ന്. പക്ഷേ അന്നത് നടന്നില്ല. പിന്നീട് ഇതുമായിട്ടുള്ള ചർച്ചകൾ നടന്നു. 10-20 വർഷമായി വിതരണ രംഗത്തുള്ള ആളുകളാണ് നമ്മളൊക്കെ. എൻ്റെ അടുത്ത പടം ലിസ്റ്റിൻ്റെയും പിന്നീടുള്ളത് ഗോകുലത്തിൻ്റെയും ആയതിനാൽ ഈ സിനിമയിലൂടെ അത് ചെയ്യാമെന്ന് ഞാൻ തന്നെ തീരുമാനിക്കുകയായിരുന്നു. മാത്രമല്ല തിയേറ്റർ അസോസിയേഷന്റെ പിന്തുണയും ഉണ്ട്. പല ആളുകളും അതിനെ വളച്ചൊടിക്കാനും പ്രശ്നമുണ്ടാക്കാനും ശ്രമിക്കുന്നുണ്ട്. ഇതൊരു നന്മയ്ക്ക് വേണ്ടി മാത്രമുള്ള ചുവടുവയ്പ്പാണെന്ന് ദിലീപ് പറഞ്ഞു. ഇന്ന് ഇത്രയധികം ആളുകൾ വന്നതിൽ വലിയ സന്തോഷമുണ്ട്. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്കറിയാം. കഴിഞ്ഞ 28-29 വർഷമായി കൊച്ചു കൊച്ചു വേഷങ്ങളൊക്കെ ചെയ്ത് ഇവിടം വരെ എത്തിയ ആളാണ് ഞാൻ. സത്യസന്ധമായി പറഞ്ഞാൽ പ്രേക്ഷകരുടെ കയ്യടി. പിന്നെ ഞാൻ ഇത്രയും പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ പോലും എന്നെ വിശ്വസിച്ചുകൊണ്ട് ഇത്രയും സിനിമ നിർമ്മിക്കുന്ന എൻ്റെ നിർമ്മാതാക്കൾ, സംവിധായകരെയും കൂടെ പ്രവർത്തിച്ച ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനയാണ് ഞാൻ. ഈ സിനിമ എനിക്ക് എത്രത്തോളം ആവശ്യമാണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. ഇതെൻ്റെ 149ാമത്തെ സിനിമയാണ്. ഇത്രയും കാലം ഞാൻ ഒരുപാട് ചിരിപ്പിച്ചു. കഴിഞ്ഞ കുറേ കാലങ്ങളായി ഞാൻ ദിവസവും കുറേ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. ചിരിപ്പിക്കാൻ ശ്രമിക്കുന്ന എനിക്ക് ഈ സിനിമ വളരെ ആവശ്യമാണ്. കാരണം എല്ലാവരും പറയുന്നത് ദിലീപ് എൻ്റർടൈൻമെൻ്റ് എന്നാണ്. ഒരു നടൻ എന്ന നിലയിൽ അതിന് ശ്രമിക്കും. വിനീത് പറഞ്ഞ കഥ, രാജേഷ് രാഘവൻ നന്നായി എഴുതിയ കഥ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ പ്രേക്ഷകരിലേക്ക് കൂടിയാണ് എത്തുന്നത്. സ്ട്രെസ് ഒഴിവാക്കാൻ വേണ്ടിയാണ് എൻ്റെ സിനിമ കാണാൻ എത്തുന്നതെന്ന് പലരും പറയാറുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ സിനിമയാണ് ഇത്. വിനീത് എനിക്ക് സഹോദരനെ പോലെയാണ്. ചിരിച്ചു നിൽക്കുന്ന മുഖത്തോടെയാണ് എന്നോട് എപ്പോഴും പെരുമാറിയിട്ടുള്ളത്. മലയാള സിനിമയിലേക്ക് കൊടുക്കാൻ പറ്റുന്ന 5 നായികമാരെ കൂടിയാണ് നമ്മൾ ഈ സിനിമയിലൂടെ കൊടുക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് ഒരുപാട് നായികമാർ എൻ്റെ സിനിമയിലൂടെ വന്നിട്ടുണ്ട്. ഈ 5 നായികമാരും കഴിവുള്ളവരാണെന്നും ദിലീപ് പറഞ്ഞു.